ഹായ് ഫ്രണ്ട്സ്, മന്ത്രാസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഏലാഞ്ചിയാണ് ഇന്നത്തെ വിഭവം. ഏലാഞ്ചി പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ലൗലറ്റ, മുട്ടക്കുഴലപ്പം, മയ്യത്തപ്പം എന്നിങ്ങനെ പല പേരുകളുണ്ട് ഈ രുചികരമായ വിഭവത്തിന്. അപ്പം നമുക്ക് ഏലാഞ്ചി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കൊരു 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കൊരു ദോശയുടെ ബാറ്ററാണ് തയ്യാറാക്കേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോ യെല്ലോ കളറോ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 7-8 കാഷ്നട്ട്സും ഒരു 5 ഉണക്കമുന്തിരി മുറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു 1.5 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ഇട്ട് ഇതുപോലൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായതിന് ശേഷം ഓരോ തവി മാവ് വീതം ഒഴിച്ച് ഇതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ദോശ ചുട്ടെടുക്കാം. ഇനി ചൂടോടെ തന്നെ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്ക് ഒന്ന് മടക്കിയെടുക്കണം. ആദ്യം ഒന്ന് ചുരുട്ടിയതിന് ശേഷം 2 സൈഡും ഇതുപോലെ നമുക്കൊന്ന് മടക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ചുരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഏലാഞ്ചി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബാറ്ററും നമുക്ക് ഓരോന്നായിട്ട് ദോശ ചുട്ടതിന് ശേഷം നമുക്ക് ഫില്ലിംഗ് വെച്ച് ഇതുപോലെ ചുരുട്ടിയെടുക്കണം. ഇനി ഇതുപോലെ നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഏലാഞ്ചി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഏലാഞ്ചി എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ മന്ത്രാസ് കുക്കിംഗ് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റുകൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.